ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പച്ചമാങ്ങ വെച്ച് ഈസി ആയിട്ട് ഒരു മാങ്ങാക്കറി ഉണ്ടാക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം, നല്ല ടേസ്റ്റുമാണ്. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഒരു മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക്, കരിയാപ്പില, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, മഞ്ഞൾ, മല്ലിപ്പൊടി, മുളക് പൊടി, വിനാഗിരി, ഉപ്പ്, തേങ്ങാപ്പാൽ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ സവോള ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 4 പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, വിനാഗിരി 1 ടേബിൾ സ്പൂൺ, കറി ലീവ്സ്, പിന്നെ ഒരു 2 ടീസ്പൂണോളം കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് ഇനി ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാല്, അത് 2 കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാലിൻ്റെ അകത്ത് കിടന്ന് ഈ മാങ്ങ നന്നായിട്ടൊന്ന് വേകണം. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നെങ്കിൽ അടച്ചു വെച്ച് നിങ്ങൾക്ക് വേവിക്കാം. ഇതിപ്പം മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പോളം 1ാം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്ക് ഇതിലേക്കുള്ള ഒരു താളിപ്പ് റെഡിയാക്കാം. ഇതിനായിട്ട് ഒരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പം നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം. അതിലേക്ക് ഞാനൊരു 10 ചെറിയുള്ളിയും ഒരു 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ചെറിയ ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ കറിക്കുള്ള താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ എളുപ്പത്തിലൊരു മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുവരെ പച്ചമാങ്ങ വെച്ച് ഇതുപോലൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.